നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 7ാം തരത്തിലെ സോഷ്യൽ സയൻസിലെ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ 2ാമത്തെ പാർട്ടാണ്. ഓക്കെ, ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്ത കുട്ടികൾ അത് കൃത്യമായിട്ട് കണ്ടുപോവുക. ഇന്ത്യ പുതുയുഗത്തിലേക്ക്, ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ ഇറ. ഓക്കെ, 5ാമത്തെ യൂണിറ്റ് ആണ്. പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. കുറേ ചോദ്യങ്ങൾ നമ്മൾ ആ യൂണിറ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 2ാമത്തെ ഭാഗം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. നമുക്ക് നമ്മൾ അവസാനം ചർച്ച ചെയ്തത് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടായിരുന്നു, അല്ലെ? നമുക്ക് ആദ്യത്തെ ചോദ്യം, വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി ദ്വൈവാരിക ഏത്? വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി ദ്വൈവാരിക ഏത്? അതിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഇതാണ്, ഉദ്ബോധനം. ഓക്കെ, ഉദ്ബോധനം എന്ന ബംഗാളി ദ്വൈവാരികയാണ് വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി ദ്വൈവാരിക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയുടെ പേര് എന്താണ്? വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം പ്രബുദ്ധ ഭാരതം. ഓക്കെ, പ്രബുദ്ധ ഭാരതം. ദെൻ വിവേകാനന്ദ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ശ്രദ്ധിക്കുക, വിവേകാനന്ദ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം കന്യാകുമാരി. ഓക്കെ, ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടയായി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയുടെ പേര് എന്താണ്? നമ്മൾ പഠിച്ചു പോകുന്ന കാര്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടയായി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയുടെ പേര്. ഉത്തരം ആനി ബസന്ത്. ഓക്കെ, ദെൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്, എപ്പോൾ? ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഹോം റൂൾ പ്രസ്ഥാനം. ഇത് ആരംഭിച്ചത് ആരാണ്, എപ്പോഴാണ്, വർഷമാണ് ചോദിക്കുന്നത്. ഉത്തരം ആനി ബസന്ത് ഇൻ 1916. ഓക്കെ, 1916 ആനി ബസന്ത് ആണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ദെൻ ആനി ബസന്ത് ബനാറസിൽ സ്ഥാപിച്ച ഹിന്ദു വിദ്യാലയം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, ആ ഹിന്ദു വിദ്യാലയം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബനാറസ് ഹിന്ദു സർവകലാശാല. ഓക്കെ, ബനാറസ് ഹിന്ദു സർവകലാശാല. ദെൻ ആനി ബസന്ത് ആരംഭിച്ച പത്രങ്ങൾ. ഓക്കെ, ആ പത്രങ്ങളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഇതൊക്കെയാണ്, ഓർത്തു വയ്ക്കുക. ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത്. ഓക്കെ, ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത്. ദെൻ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു കൃതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഈ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓക്കെ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് അതിന്റെ ഉത്തരം. ദെൻ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പ്രാദേശിക സംഘടനകൾ ഏതെല്ലാമായിരുന്നു? ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പ്രാദേശിക സംഘടനകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, അതോടൊപ്പം പൂന സാർവജനിക് സഭ, ഒപ്പം ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, ഇന്ത്യൻ അസോസിയേഷൻ. ഇതിന് അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്ന്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്ന് വർഷമാണ് ചോദിക്കുന്നത്. ഉത്തരം 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ യോഗത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ യോഗത്തിന്റെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം WC ബാനർജി. ഓക്കെ, WC ബാനർജി. ദെൻ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദ്യം. ഉത്തരം WC ബാനർജി. ഓക്കെ, WC ബാനർജി. ദെൻ ദേശീയ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ആര്? ദേശീയ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ആര്, എപ്പോൾ?
ഉത്തരം ദാദാബായ് നവറോജി 1886-ലാണ്. ഓക്കെ, 1886. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര്? ഉത്തരം A.O. ഹ്യൂം. ഓക്കെ, ദെൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ 3 ഘട്ടങ്ങൾ, അതോടൊപ്പം അത് ഏത് കാലഘട്ടത്തിലായിരുന്നു എന്നൂടി ചോദിക്കുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, കാലം ഒപ്പം ചോദിക്കുന്നുണ്ട്. ഉത്തരം ഇങ്ങനെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക. 1 മിതവാദ ദേശീയത 1885 മുതൽ 1905 വരെ. ഒപ്പം 2 തീവ്ര ദേശീയത 1905 മുതൽ 1917 വരെ. ദെൻ അടുത്തത് ഗാന്ധിയൻ കാലഘട്ടം. ഓക്കെ, അത് 1917 മുതൽ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്തു വെക്കുക, ദേശീയ പ്രസ്ഥാനത്തിന്റെ 3 ഘട്ടങ്ങൾ. ദെൻ അടുത്ത ചോദ്യം ഇതാണ്, മിതവാദ ദേശീയതയുടെ വക്താക്കൾ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതെല്ലാമായിരുന്നു ആ ഘട്ടങ്ങൾ. അതിലെ ആദ്യ ഘട്ടമായ മിതവാദ ദേശീയതയുടെ വക്താക്കൾ ആരെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ, ദെൻ ബദറുദ്ദീൻ തൊയ്യിബ്ജി, ഒപ്പം ഫിറോസ് ഷാ മേത്ത, ദെൻ ദാദാബായ് നവറോജി. ഓക്കെ, 4 പേരുകളാണ് ഉള്ളത്, കൃത്യമായി ഓർത്തു വെക്കുക. ഗോപാലകൃഷ്ണ ഗോഖലെ, ദെൻ ബദറുദ്ദീൻ തൊയ്യിബ്ജി, ഫിറോസ് ഷാ മേത്ത ആൻഡ് ദാദാബായ് നവറോജി. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ദാദാബായ് നവറോജി. ഓക്കെ, ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ദെൻ അടുത്തത് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? സെയിം ഉത്തരം തന്നെയാണ്, ദാദാബായ് നവറോജി. അദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്ന് അറിയപ്പെടുന്നു. ദെൻ ഏത് പുസ്തകത്തിലാണ് ദാദാബായ് നവറോജി ചോർച്ച സിദ്ധാന്തം വിശദീകരിക്കുന്നത്? കൃത്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത 3 ചോദ്യങ്ങൾ പഠിക്കുക. ഏത് പുസ്തകത്തിലാണ് ദാദാബായ് നവറോജി ചോർച്ച സിദ്ധാന്തം വിശദീകരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദെൻ അടുത്തത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയുടെ പേര്, ഒപ്പം ഏത് വർഷമാണ്? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ഏത് വർഷം? ഉത്തരം കഴ്സൺ പ്രഭു 1905. ഓക്കെ, കഴ്സൺ പ്രഭു 1905 ഈ വർഷം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ദെൻ പശ്ചിമ ബംഗാളും കിഴക്കൻ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഓക്കെ, ബംഗാൾ വിഭജനത്തിനെതിരെ ഇങ്ങനെ നിലപാട് വ്യക്തമാക്കിയത് ആര്? ഒന്നുകൂടി വായിച്ചു തരാം. പശ്ചിമ ബംഗാളും കിഴക്കൻ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഓക്കെ, ഈ നിലപാട് വ്യക്തമാക്കിയത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ടാഗോർ ആണ് ഈ ഒരു നിലപാട് വ്യക്തമാക്കിയത്. ദെൻ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവുമായി ഗാന്ധിജി രൂപീകരിച്ച പ്രസ്ഥാനം ഏത്? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവുമായി ഗാന്ധിജി രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം സ്വദേശി പ്രസ്ഥാനം. ഓക്കെ, സ്വദേശി പ്രസ്ഥാനം. ഇതെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. ലാൽ, പാൽ, ഭാൽ എന്നറിയപ്പെടുന്നവർ ആരെല്ലാം? ഓക്കെ, ലാൽ, പാൽ, ഭാൽ എന്നറിയപ്പെടുന്നവർ ആരെല്ലാം? ഉത്തരം ഇതൊക്കെയാണ്. നോക്കുക, ബാലഗംഗാധര തിലക്, ദെൻ ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ലാൽ, പാൽ, ബാൽ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ് എന്നാണ് ചോദ്യം. ഉത്തരം കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിൽ ഓർത്തു വയ്ക്കുക. ബാലഗംഗാധര തിലക്, ദെൻ ബിപിൻ ചന്ദ്രപാൽ, ഒപ്പം ലാല ലജ്പത് റായ്. ഓക്കെ, ദെൻ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആര്? ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഓക്കെ, ബാലഗംഗാധര തിലകൻ. ദെൻ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രങ്ങൾ ഏത്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം.
ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, മറാത്ത കേസരി. ഓക്കെ, മറാത്ത കേസരി. ദെൻ സർവ്വേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആര്, എപ്പോൾ? ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ റൂട്ട് അടക്കം പരിശോധിച്ച് പോകുന്നുണ്ട്. സർവ്വേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആര്, എപ്പോൾ എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, 1906 ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും. ഓക്കെ, ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനുമാണ് സർവ്വേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ദെൻ അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് എപ്പോൾ? ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് എപ്പോൾ? ഉത്തരം 1906. ഓക്കെ, ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിളർപ്പിന് കാരണമായ സംഭവം ഏത്? ഉത്തരം 1907 സൂറത്ത് സമ്മേളനം. ഓക്കെ, ദെൻ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് 50ഓളം ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. കൃത്യമായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നോക്കുക, അവസാനത്തെ ചോദ്യം, മിത ദേശീയവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും തീരുമാനമെടുത്ത സംഭവം ഏത്? ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഉത്തരം ലക്നൗ സന്ധി. ഓക്കെ, ലക്നൗ സന്ധി. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലുള്ള പൂർണ്ണമായി നമ്മൾ ഡീപ്പായിട്ട് നോക്കിയിട്ടുണ്ട്. പരമാവധി ചോദ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കൃത്യമായിട്ട് നിങ്ങൾ കാണുക. ഒപ്പം ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഒപ്പം മറ്റൊരു ദിവസം നിങ്ങൾ അതൊന്ന് മറച്ചു നോക്കി മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, നമ്മൾ കുറേ ചോദ്യങ്ങൾ USSന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള വീഡിയോകൾ ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ആ ഒരു ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ആക്കി വെക്കുക. ഓക്കെ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു.